ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും മാസ്റ്റർ പ്രോ എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പറഞ്ഞാൽ ബ്ലെൻഡർ മോഡലിംഗ് ആണ്. അപ്പോൾ നമ്മൾ ബ്ലെൻഡർ മോഡലിങ്ങിൻ്റെ പാർട്ട് ഫസ്റ്റ് ഒരെണ്ണം ഇട്ടിരുന്നു. അപ്പോൾ അതിൽ ജസ്റ്റ് അതിൻ്റെ എന്താണ് മോഡലിംഗ് എന്നും അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് ടൂളുകൾ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇതിൽ നമ്മൾ പറയുന്നത് ഒരു ടേബിൾ ഉണ്ടാക്കാൻ പോവുകയാണ്. നിങ്ങൾ തമ്പനിയിലുണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കണം, ഒരു ടേബിൾ നമ്മൾ ക്യൂബ് വെച്ച് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ കാണുന്ന ഇതുപോലെ ആയിരിക്കും. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ആക്കുക, അതിൻ്റെ ഓളം നോഷം കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഷിഫ്റ്റ് എ പ്രസ് ചെയ്യുക, അതായത് അല്ലെങ്കിൽ ഇവിടെ ആഡ് ഓപ്ഷൻ ഉണ്ടാവും, അത് കൊടുത്തിട്ട് ഒരു മേഷ്, അതിനുശേഷം ഒരു ക്യൂബ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ബേസിക്കാണ് ഒരു ക്യൂബ്. അതിനുശേഷം SZ പ്രസ് ചെയ്യുന്നു, അതിനെ ചെറുതാക്കുന്നു. പ്രസ് ചെയ്ത് പിന്നെ ഈ Z പ്രസ് ചെയ്യുക. അപ്പം ഇതുപോലെ അതിനെ സ്കെയിൽ ചെയ്ത് ചെറുതാക്കാൻ കഴിയും. അതിനുശേഷം അതിനെ വലുതാക്കാനായിട്ട് ഞാൻ ഇങ്ങനെ Z ആക്സിലോട്ട് പോകുന്നു, അതിനെ വലുതാക്കുന്നു. നമ്മൾ കാണുന്ന ഇതുപോലൊരു വ്യൂസ് ആയിരിക്കും. കുറച്ചുകൂടെ വേണമെങ്കിൽ ചെറുതാക്കി അതിനെ സ്ലിം ആക്കാം, അല്ലെങ്കിൽ അതിനെ വലുതാക്കാം. ഞാനൊരു വ്യൂസ് കൊടുത്തിട്ടുണ്ട്, കുറച്ചുകൂടെ വേണമെങ്കിൽ വലുതാക്കാം. ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു ടേബിളിൻ്റെ എന്താ പറയുക, ടേബിളിൻ്റെ മുകൾ ഭാഗമാണ്. അപ്പോൾ അത് ടേബിളിൻ്റെ മുകൾ ഭാഗം അങ്ങനെയുള്ളൂ. അപ്പം ഇനി നമ്മൾ ചെയ്യാനുള്ളതാണ് ഇതിൻ്റെ 4 കാലുണ്ടാക്കുന്നത്. 1 2 3 4. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നൊരു ഐഡിയ വേണം. ആരടിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ടാബ് പ്രസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവിടെ നിന്ന് എഡിറ്റ് മോഡിലോട്ട് പോവുക. അതിനുശേഷം നമ്മൾ ലൂപ്പ് കട്ടിൻ്റെ ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എന്താണ് ലൂപ്പ് കട്ട് എന്ന്. അപ്പം ലൂപ്പ് കട്ട് എന്താണെന്ന് അറിയാത്തൊരു ഫസ്റ്റ് പാർട്ടായെന്ന് തന്നെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ലൂപ്പ് കട്ട് എന്താണെന്ന്. അല്ലെങ്കിൽ ഇത് പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ Ctrl+R പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മൗസ് നീക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു മഞ്ഞ ലൈൻ കാണുന്നു. ആ മഞ്ഞ ലൈൻ കാണുന്ന സമയത്ത് ക്ലിക്ക് ചെയ്യാൻ പാടില്ല, 2 പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 2 ലൂപ്പ് കട്ട് അല്ലെങ്കിൽ 2 വര അവിടെ വരുന്ന പോലെ കാണാം. എന്നിട്ട് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അവിടെ തന്നെ അതങ്ങ് പ്ലേസ് ചെയ്യാം. അതിനുശേഷം ഞാൻ തൽക്കാലം ഇപ്പോൾ ഇവിടെ 2 പ്രസ് ചെയ്തു. അതിനുശേഷം Y ആക്സിലോട്ട് പോവുക, അതായത് പ്രസ് ചെയ്ത് Y ആക്സിലോട്ട് ഇങ്ങനെ നീങ്ങി പോവുക. അപ്പം കണ്ടല്ലേ, ഇതുപോലൊരു കറക്റ്റ് ഒരു പൊസിഷൻ ആയിരിക്കും. 2 ഇട്ടത് കറക്റ്റ് മാറാതിരിക്കാൻ വേണ്ടിയാണ്. കറക്റ്റ് ഒരു കാലിൻ്റെ ഒരു നീളത്തിൽ സെറ്റ് ചെയ്യുക. കുറച്ചുകൂടെ നീളം വേണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് മാറ്റത് എപ്പോഴും മാറ്റാം, അതുപോലെ തന്നെ. ഓക്കെ, അടുത്തത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് Ctrl+R പ്രസ് ചെയ്യുക വീണ്ടും. അതിനുശേഷം അതിൻ്റെ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും 2 പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് അതിനെ ഒരു X പ്രസ് ചെയ്തൊരു പോലെ ഒരു വെച്ചാൽ ഇപ്പോൾ 1 2 3 4 സെറ്റ് ചെയ്യാനുള്ള സ്ഥലമായി. അപ്പം നമ്മളിനി ഫേസിലേക്ക് അല്ലെങ്കിൽ 3 പ്രസ് ചെയ്താലും മതി. ഓക്കെ, അപ്പം ഞാൻ 3 പ്രസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് വേണ്ട സൈഡുകൾ സെലക്ട് ചെയ്യും. 1 2 3 4. അതിനുശേഷം ഇതിന് നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യണം. നമ്മൾ എക്സ്ട്രൂഡിനെ പറ്റിയൊക്കെ ഫസ്റ്റ് പാർട്ടിലേ പറഞ്ഞതാണ്. അപ്പം എക്സ്ട്രൂഡ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. ഈ ചെയ്യുമ്പോൾ അത് ഒന്നെങ്കിൽ മുകളിലോട്ട് അല്ലെങ്കിൽ മുകളിലോട്ടാണ് നമുക്ക് വേണ്ടത്, താഴോട്ടാണ് വേണ്ടത്. അപ്പം ഞാനിപ്പോൾ നമ്പർ 1 പ്രസ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നു. അതിനുശേഷം പ്രസ് ചെയ്ത് താഴോട്ട് ഇങ്ങനെ കൊണ്ടുവരിക. ഓക്കെ, നൈസ്. ഓക്കെ, അപ്പോൾ ടേബിളിൻ്റെ ലുക്ക് നമുക്ക് ഒരു 50% കിട്ടിയിട്ടുണ്ട്. ബാക്കി നമുക്ക് മോഡൽ ചെയ്ത് ശരിയാക്കാം. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ നീളം കൂട്ടാനായിട്ട് Z പ്രസ് ചെയ്താൽ കുറച്ചുകൂടെ നീളം കൂട്ടും, പ്രസ് ചെയ്താലും നീളം കൂട്ടാൻ സാധിക്കുന്നു. കുറച്ചുകൂടെ വലുതാക്കാം, എന്തുകൊണ്ടും ചെയ്യാം. ഓക്കെ, ഡൺ. ചെറുതാക്കാം. ഓക്കെ, വാവ്. ഇപ്പോൾ ടേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ സാധാരണ നിങ്ങൾ എന്തെങ്കിലും അനിമേഷൻ മൂവിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സാധാരണ ഏറ്റവും ആവശ്യമായിട്ടുള്ളതാണ് ഈ ടേബിള്. അപ്പം ഈ ടേബിൾ ഇപ്പോൾ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഫിനിഷിംഗ് ടച്ചപ്പുകൾ കൊടുക്കണം. അപ്പോൾ ഇത് മോഡലിങ്ങിൻ്റെ ഒരു ബേസിക് മാത്രമാണ്. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഓരോരോ സ്ഥലങ്ങളൊക്കെ മോഡൽ ചെയ്യാൻ പഠിക്കാം. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ കുറച്ച് ഇത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടിവശം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു വട്ടത്തിലിരിക്കണം. അപ്പോൾ ഞാൻ പ്രസ് ചെയ്ത് ഒന്നുകൂടെ എക്സ്ട്രൂഡ് ചെയ്യുന്നു. ഈ ടൂള് സ്മൂത്ത് ചെയ്യാനുള്ളതാണ്. അത് നിങ്ങൾക്ക് സ്മൂത്ത് ചെയ്യാൻ സാധിക്കും. ഞാൻ കാണിച്ചു തരാം. അതുപോലെ അതിനെ പിൻ ചെയ്യാൻ സാധിക്കും. കാരണം ഞാനത് ചെയ്യുന്നില്ല. ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതിനെ ഇങ്ങനെ അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ച് വലുതാക്കി ചെറുതാക്കി ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ എക്സ്ട്രൂഡ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ അതിനെ വലുതാക്കാൻ ചെറുതാക്കാൻ സാധിക്കും. തൽക്കാലത്തേക്ക് ഞാനൊന്നും മാറ്റുന്നില്ല, അല്ലെങ്കിൽ ചെറുതാക്കി നോക്കാം. വലിയതൊന്നും കാണുന്നില്ല. പിന്നെ നിങ്ങളുടെ ചോയ്സാണ്. എല്ലായിടത്തും ഒരേപോലെ എക്സ്ട്രൂഡിങ് സംഭവിക്കണം, മാറാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് എക്സ്ട്രൂഡിങ് എല്ലാത്തിലും ഒന്നുകൂടെ ചെയ്യുന്നു.
അപ്പോൾ നമ്മൾ എല്ലാത്തിലും ചെറുതാക്കാനായിട്ട് ഓരോന്നിലും വെച്ച് വേണം ചെയ്യാൻ, അല്ലാതെ ഒരെണ്ണത്തിലും ആക്കി ഒതുക്കി കളയില്ല, എല്ലാത്തിലും ചെയ്യുക, കാണുമ്പോൾ ഭംഗി ഉണ്ടാവണം. സാധാരണ നമ്മളൊരു അനിമേഷൻ മൂവി എടുക്കുന്നെങ്കിൽ തന്നെ അതിന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു നല്ലൊരിത് കിട്ടും. കണ്ടില്ലേ, ഞാൻ മാറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഒരു ഫ്ലാറ്റാണ് സംഭവം. നമുക്കിത് ഇവിടെ ഒരു ലൂപ്പ് കട്ട് വേണം. അതിനായിട്ട് Ctrl+R പ്രസ് ചെയ്തിട്ട് ഈ ഭാഗത്തൊരു ലൂപ്പ് കട്ട് അടിയാനായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക. അതിനുശേഷം ഒരു ലൂപ്പ് കട്ട് വയ്ക്കാം. ആ ലൂപ്പ് കട്ട് നിങ്ങൾക്ക് വലുതാക്കുമ്പോൾ റൗണ്ട് ഷേപ്പിലേക്ക് നമുക്ക് ആ ടേബിൾ ലഭിക്കാണ്ടില്ലേ, റൗണ്ട് ഷേപ്പിൽ. ഇപ്പോൾ ടേബിളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് എഡ്ജ് സെലക്ട് ചെയ്ത് എഡ്ജുകൾ നിങ്ങൾക്ക് കുറച്ച് കൂർപ്പിക്കുകയോ അത് നൈസാക്കുകയൊക്കെ ചെയ്യാം. നിങ്ങളുടെ ചോയ്സ് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ 2 പ്രസ് ചെയ്തിട്ട് Shift+Alt പ്രസ് ചെയ്ത് നിങ്ങൾക്ക് അത് ആ ലൂപ്പ് കട്ടിൽ സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിനെ വലുതാക്കാം, ചെറുതാക്കാം, അത് എന്തുകൊണ്ടും ചെയ്യാം. Shift+Alt ആണ് പ്രസ്. ഇങ്ങനെ നിൽക്കുന്ന സംഭവത്തെ Shift+Alt പ്രസ് ചെയ്തുകൊണ്ട് Shift+Alt പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ആവില്ല. ഏകദേശം ഇതിനെ വലുതാക്കുക, ചെറുതാക്കുക, ഏകദേശം ലുക്ക് കൊണ്ടുവരിക. ഓക്കെ, റിയൽ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും പൊക്കം കൂട്ടണമോ അങ്ങനെ കുറയ്ക്കണമോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അതിനെ ചെറുതാക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ നമുക്കിതിലുണ്ട്. C പ്രസ് കഴിഞ്ഞാൽ ഇതുപോലെ സെലക്ഷൻ ഓപ്ഷൻ കിട്ടും. അപ്പോൾ ഞാനിതിൽ പറഞ്ഞു. ഓക്കെ, ഇനി വലുതാക്കാം, എന്നിട്ട് ഗ്രാബ് ചെയ്ത് ഇതിനെ വലുതാക്കിക്കാൻ സാധിക്കും. കണ്ടില്ലേ? ഓക്കെ, ഇപ്പോഴാണ് ഒരു ടേബിൾ വന്നല്ലേ? അതെ. അപ്പോൾ നമ്മൾ മോഡലിങ്ങിലൂടെയാണ് നമ്മൾ ഈ ടേബിൾ ഉണ്ടാക്കിയത്. അപ്പോൾ തീരുന്നില്ല, കുറച്ച് മിനിച്ചിൻ്റെ ടച്ചപ്പോൾ നമുക്കിതിൽ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് Ctrl+R പ്രസ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ പലയിടങ്ങളിലും ഇതുപോലെ വലിപ്പം കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ കുറച്ച് വലിപ്പം കൂട്ടി കഴിഞ്ഞാൽ കുറച്ച് ഭംഗിയുള്ളൊരു ടേബിൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. Ctrl+R ആണ് കേട്ടോ ഇവിടെ എല്ലാം ഞാൻ ഉപയോഗിക്കുന്നത്. അത് മറക്കണ്ട, Ctrl+R ആണ് എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. ഏകദേശം ഒരു വ്യൂ കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ. വാവ്, അടിപൊളി. നമ്മളെ ടേബിളിൻ്റെ കാല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഈ കാല് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ മാറ്റാം. അതിനിവിടെ എഡിറ്റിൽ അണ്ടോ ഉണ്ട്, അതായത് Ctrl+Z പ്രസ് കഴിഞ്ഞാൽ അണ്ടോ ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പം Shift പ്രസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഇവിടെ ഒരു കപ്പ് പോലെ ആഡ് ചെയ്യാനായിട്ടൊരു സർക്കിൾ ആഡ് ചെയ്യുക. സർക്കിളിനെ നമ്മൾ ഏകദേശം വലുതാക്കുന്നു, അധികം വലുതാക്കണ്ട, ചെറുതാക്കുന്നു. അതിനെ കാണാനില്ല ഇവിടെയൊന്നും, കാലം അത് എവിടെയാണോ. അവർ ചെറുതാക്കുക, കാരണം നമുക്ക് ഇത്രയും വലിപ്പം വേണ്ട. അതിനുശേഷം ടാബ് പ്രസ് കഴിഞ്ഞാൽ ടാബ് ആയിട്ട് 1 പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. അതിനെ Z ആക്സിസിലോട്ട് എക്സ്ട്രൂഡ് ചെയ്യാനായിട്ട് തന്നെ Z പ്രസ് ചെയ്യുക. പക്ഷേ ഇതിനെ ഇങ്ങനെ എന്താ പറയുക ഉയർത്തിക്കൊണ്ട് വരിക. അതുപോലെ അതിപ്പോൾ വലിയൊരു പാട്ട പോലെ ഇരിക്കുന്നുണ്ട്, നമുക്ക് ശരിയാക്കാം. അപ്പോൾ ഇതിനെ എന്താ പറയുക എല്ലാം സെലക്ട് ചെയ്തിട്ടും ചെറുതാക്കുക. വളരെ ചെറിയൊരു കപ്പിൻ്റെ രീതി കൊണ്ടുവരണം. അതാണ് നിങ്ങൾ മോഡലിങ്ങിൻ്റെ ബേസിക്. നമ്മൾ എന്ത് ചെയ്യുന്നോ അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഇത് വേണം, അതാണെന്ന് മനസ്സിലാവണം. നമ്മൾ ചുമ്മാ ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് ചെയ്യുന്ന എല്ലാം അതാണെന്ന് മനസ്സിലാവണം. അപ്പോൾ ഇതിനെ ഇപ്പോൾ നമ്മൾ വലുതാക്കുന്നു, അതുപോലെ വലുതാക്കി കഴിഞ്ഞാൽ നമുക്കത് അതാണെന്ന് മനസ്സിലാവണം, അല്ലാതെ ചുമ്മാ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇത് കപ്പാണെന്ന്. ജസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്യുന്നു. അധികം ഭംഗി നമുക്ക് ആവശ്യമില്ല, ബട്ട് സംതിങ് എബൌട്ട് ദാറ്റ്, ചെറിയൊരു മോഡലിംഗ് നമുക്ക് ആവശ്യമാണല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇവിടെ ഭാഗങ്ങളെല്ലാം സെലക്ട് ചെയ്യുന്നു. അതായത് ഇതിൻ്റെ താഴത്തെ ഭാഗങ്ങൾ C പ്രസ് ചെയ്താണ് സെലക്ട് ചെയ്യുന്നത്. അതിന് ശേഷം F പ്രസ് കഴിഞ്ഞാൽ അവിടുത്തെ ഫേസ് ഓക്കെ ആവും, അതായത് അവിടുത്തെ ഇവിടെ കൊണ്ടങ്ങ് അടയും. കണ്ടില്ലേ? ഏകദേശം A പ്രസ് ചെയ്ത ശേഷം ഇതങ്ങ് താഴോട്ട് കുറച്ച് താഴോട്ട് ആക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ? ആഹാ, പൊളി. നമ്മൾ ഇനി ഇതിൽ ചെയ്യേണ്ട കുറച്ച് പരിപാടി എന്ന് വെച്ചാൽ, നമ്മൾ ഇതിനിപ്പോൾ നിങ്ങൾ കാണുന്ന ജസ്റ്റ് ഒരു ഇതിലാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ട് ഇതിലൊരു നിറം കൊടുക്കണം. അതായത് ഇപ്പോൾ ഞാൻ Ctrl+R പ്രസ് ചെയ്ത് ഒരു ലൂപ്പ് കട്ട് ചെയ്യുന്നു. ഇവിടെ ഈ ലൂപ്പ് കട്ടിൻ്റെ 3 പ്രസ് കഴിഞ്ഞാൽ ഫേസ് സെലക്ട് പോവാം. അതിനുശേഷം നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ട് ഒരു നീല നിറം കൊടുക്കണം. എന്താണ് നീലയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വെള്ളം ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. വെള്ളമാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം ഒരു മെറ്റീരിയൽ ഓപ്പൺ ചെയ്യുക, അതിനുശേഷം അത് കഴിഞ്ഞ് അടുത്തൊരു മെറ്റീരിയൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മാത്രമേ നീല കളർ കൊടുക്കാൻ പാടുള്ളൂ. കടും നീല അല്ല, നമുക്കറിയാം. അസൈൻ ചെയ്ത് നോക്കാം, നമുക്ക് മെറ്റീരിയലിലോട്ട് പോകുമ്പോൾ കാണാൻ കഴിയും. ഇപ്പോൾ കാണാൻ നമുക്കൊരു കടും വെള്ളമായിട്ടാണ് തോന്നുന്നത്, അത്ര വെള്ളം അല്ലല്ലോ നമ്മൾ സാധാരണ. നോക്കട്ടെ, ഓക്കെ മതി. നിങ്ങൾ നല്ല ഭംഗിയാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ തൽക്കാലത്തേക്ക് ഒരു ടെക്സ്ചർ ആഡ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ജസ്റ്റ് ഒരു ടെക്സ്ചർ ഞാൻ തൽക്കാലം മാറാൻ. അപ്പം ടെക്സ്ചർ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. അത് HDR ആഡ് ചെയ്യുന്നതിനും ടെക്സ്ചർ ആഡ് ചെയ്യാനുള്ളൊരു ഇതാണ്. അപ്പോൾ അതെങ്ങനെ ആഡ് ചെയ്യണമെന്ന് ബേസിക്കായിട്ട് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് ഷെയ്ഡറിങ് എഡിറ്ററിലൊക്കെ പോയി ചെയ്യണം.
അതായത് ഇതിപ്പോൾ ഒരു ഷെയ്ഡർ എഡിറ്റർ കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവിടെയൊക്കെ ചെന്നാണ് നിങ്ങൾ ചെയ്യാൻ ഒരു മെറ്റീരിയലിൻ്റെ ചെയ്യുമ്പോൾ. അപ്പം അത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി, നല്ല പവർഫുള്ളായിട്ട് കിട്ടും. അതിന് നിങ്ങൾക്ക് അത് ഞാൻ ഇപ്പോൾ തൽക്കാലം സ്കിപ്പ് ചെയ്യുന്നു, കാരണം ആ വീഡിയോ പറഞ്ഞു തന്നൊരു കാര്യമായതിൻ്റെ പേരിൽ ഞാൻ സ്കിപ്പ് ചെയ്യുന്നു. അതേസമയത്ത് നമ്മളിപ്പോൾ ഒരു ഇമേജ് ടെക്സ്ചർ ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഒത്തിരിയായിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഞാനൊന്ന് ആഡ് ചെയ്യുന്നു എന്നതിന് വലിയതൊന്നുമില്ല, അത് ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. എനിക്ക് കുറേ ടെക്സ്റ്റേഴ്സ് ഉണ്ട്. PBR ആണ്, ഡിഫ്യൂസ് ആഡ് ചെയ്യുന്നു. ഓക്കെ ഉണ്ടല്ലേ, വാവ്. ഇതുപോലെയാണ് മെറ്റീരിയൽ സാധാരണ ആഡ് ചെയ്യുക. പിന്നെ അൺറാപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്മാർട്ട് TV പ്രൊജക്റ്റ് ചെയ്യാം. എന്നിട്ട് അതിനെ സ്കിപ്റ്റ് ബ്ലൗൺ അത് കൊടുക്കാം അല്ലേ. വലുതാക്കി കൊടുക്കാം, ചെറുതാക്കി കൊടുക്കാം. പിന്നെ ഇതിപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ടേബിള് നമുക്ക് സാധാരണ കാണുന്നതിനെക്കാട്ടി നല്ല ഭംഗിയുണ്ട്. അപ്പം അടുത്ത് നമുക്ക് അവിടെ ചെയറും കൂടെ ആഡ് ചെയ്യാം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്കൊരു ബസ് മോഡൽ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാം. ഞാനത് ചിന്തിക്കുന്നുണ്ട്. ബസ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു വണ്ടിയോ അങ്ങനെ എന്തോ ആയിക്കോട്ടെ, നമുക്ക് മോഡൽ ചെയ്യണം. മോഡലിംഗ് ആണല്ലോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ മോഡലിങ്ങിൻ്റെ പാർട്ട് 2 വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ വരുന്ന ബെല്ലൈക്കൻ കൂടുന്ന എനിബിളാ കിട്ടുന്ന ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലോ സ്ക്രീനിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടർക്കും വീഡിയോ അവസാനിക്കുന്നു ഗൈസ്. അപ്പോൾ എല്ലാ കൂട്ടർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഇസ് മാസ്റ്റർ പ്രോ സൈനിങ് അപ്പ്.